2024 തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് കേരളത്തിൽ തകർന്ന തരിപ്പണമാകുമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. എൽ.ഡി.എഫ് കൺവീനർ തന്നെ ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ മിടുക്കരാണെന്ന് സമ്മതിച്ചു. അതേസമയം പുൽവാമയിലെ സൈനികരെ കോൺഗ്രസ് എം.പി. ആന്റോ ആന്റണി അപമാനിക്കുന്നുവെന്നും കെ. സുരേന്ദ്രൻ. തിരുവനന്തപുരം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാര്യാലയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിലും ഇടതുപക്ഷത്തിലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുള്ള പ്രതീക്ഷ നഷ്ടമായിരിക്കും. കോൺഗ്രസ് തകർച്ചയുടെ വക്കിലാണ് ഈ കേരളത്തിലടക്കം. ഈ 2024 തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലും കോൺഗ്രസ് നശിച്ച് നാമാവശേഷമാവും, തകർത്ത് തരിപ്പണമാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്താ കാരണം? കോൺഗ്രസ് രാജ്യദ്രോഹത്തിന്റെ, ദേശവിരുദ്ധതയുടെ, ഈ നാടിനെ ഛിന്നഭിന്നമാക്കാനുള്ള തുക്കടെ ഗ്യാങ്ങിന്റെ നേതാവായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവ് രാഹുൽ ഗാന്ധിയും അവരുടെ അനുയായികളും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആന്റോ ആന്റണിയുടെ ഒരു ഒറ്റപ്പെട്ട ശബ്ദമല്ല, ഈ നാടിനെതിരാണ് കോൺഗ്രസ്. ഞങ്ങൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം മിടുക്കന്മാരായ സ്ഥാനാർത്ഥികളാണെന്ന് എതിരാളികൾ പോലും സമ്മതിച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യ എതിരാളി ബി.ജെ.പി. ഫീൽഡ് ചെയ്തിരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം മിടുക്കന്മാരായ സ്ഥാനാർത്ഥികളാണെന്നുള്ള സമ്മതം നൽകിയിരിക്കുന്നത്. പരാജയം മണക്കുകയാണ് അവർക്ക്. സിറ്റിംഗ് എം.പിയെ മാറ്റി വേറെ ആളെ കൊണ്ടുവരുന്നത് ബി.ജെ.പി. ജയിക്കുമെന്നുള്ളത് തടയാൻ സാധിക്കില്ല. രണ്ടാമത്തത്, പ്രധാന മുന്നണിയുടെ ആള് പറയാണ്, ഭരിക്കുന്ന മുന്നണിയുടെ കൺവീനർ പറയാണ്, ബി.ജെ.പി. ആണ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. ഇത് ജനങ്ങൾ അംഗീകരിച്ച സ്ഥാനാർത്ഥികളാണ്, കഴിവ് തെളിയിച്ചവരാണ്. കേരളത്തിന്റെ വികസനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനാണ് ഞങ്ങൾ വോട്ട് തേടുന്നത്.